ശ്രീലങ്കയ്ക്കെതിരായ നാലാം ട്വന്റി-20യിൽ ഇന്ത്യക്ക് ജയം. 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലങ്കൻ പോരാട്ടം 6-ന് 191 റൺസിൽ അവസാനിച്ചു. പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലെത്തി. പരമ്പരയിലെ അവസാന മത്സരം ചൊവ്വാഴ്ച കാര്യവട്ടത്ത് നടക്കും. ശ്രീലങ്കയ്ക്കെതിരായ നാലാം ട്വന്റി-20യിലും തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. 30 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ആരാധകർ കാത്തിരുന്നതുപോലെ ഇന്ത്യ ഇന്ന് ആദ്യം ബാറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ എന്താണോ ആരാധകർ കൊതിച്ചത്, അതുപോലെ തന്നെ ഒരു വമ്പൻ സ്കോർ, ഒരു റെക്കോർഡ് സ്കോർ തന്നെയാണ് ഇന്ത്യ സ്കോർ ബോർഡിലേക്ക് ചേർത്തത്. 221 റൺസ് എന്ന റെക്കോർഡ് സ്കോറാണ് സ്മൃതി മന്ദാനയുടെയും ഷെഫാലി വർമ്മയുടെയും റിച്ച ഘോഷിൻ്റെയൊക്കെ തന്നെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. നേരത്തെ 2024 നേടിയ 217 എന്ന സ്കോർ മറികടന്നാണ് നമ്മുടെ കാര്യവട്ടത്ത് പുതിയൊരു റെക്കോർഡ് ഇന്ത്യ നേടിയത്. സ്മൃതി മന്ദാന കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഫോമില്ലാതെ വലിയ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ സ്മൃതി ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഗംഭീര പ്രകടനം. 80 റൺസാണ് സ്മൃതി നേടിയത്. ഒപ്പം തന്നെ തുടർച്ചയായ 3-ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ഷെഫാലി വർമ്മ 79 റൺസ് നേടി. ഇരു താരങ്ങളും റെക്കോർഡ് പാർട്ണർഷിപ്പ് 162 റൺസ് എന്ന ഇന്ത്യയുടെ ഏതൊരു വിക്കറ്റിലെയും 2020-യിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കി. ഒപ്പം തന്നെ ലോക ക്രിക്കറ്റിലെ തന്നെ 2020-യിലെ തന്നെ ഏറ്റവും മികച്ച 1-ാം വിക്കറ്റ് കൂട്ടുകെട്ട് കൂടിയാണ് സ്മൃതി ഷെഫാലി സഖ്യം സ്വന്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ ഇരു താരങ്ങളും പെട്ടെന്ന് പോയെങ്കിൽ പോലും 162 എന്ന സ്കോറിന് തൊട്ടടുത്ത് പോയത് പിന്നെ റിച്ച ഘോഷ് കളത്തിലെത്തുകയും പതിവായി എന്താണോ റിച്ച ഘോഷിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഗംഭീര കാമിയോ ഇന്നിംഗ്സിലൂടെ 40 റൺസ് നേടി. അങ്ങനെ ഇന്ത്യ 221 റൺസ് എന്ന ഗംഭീര സ്കോറിലെത്തി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളെ പോലെ ശ്രീലങ്ക നിരാശപ്പെടുത്തുമെന്നാണ് ആരാധകർ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. വമ്പൻ ചേസ് തന്നെയായിരുന്നു. പക്ഷേ സ്കോറിനടുത്ത്, ലക്ഷ്യത്തിനടുത്ത് എത്താനായില്ലെങ്കിൽ പോലും 30 റൺസ് അകലെ വീണെങ്കിൽ പോലും ലങ്ക സീരീസിൽ ആദ്യമായി എന്തെങ്കിലും ചെയ്തു. ഇന്ത്യക്ക് ചെറിയ തരത്തിലെങ്കിലും വെല്ലുവിളി ഉയർത്തി എന്ന തരത്തിലുള്ള ഒരു മത്സരമായി ഇത് കാണുന്നു. ആരാധകരെല്ലാവരും എന്തായാലും വൻ ഹാപ്പിയാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്മൃതിയുടെയൊക്കെ കളി കാണാനുള്ളതെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച പോലെ അവരെല്ലാവരും തകർത്തു. പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്ത്യയല്ലേ, എൻജോയ്. സൂപ്പർ കളി, കണ്ടയില് കിടിലൻ കളിയായിരുന്നു. കാത്തിരുന്ന പോലെ ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് കിട്ടിയത് തന്നെയാണ് ഒരു വലിയ കാര്യം. പിന്നെ സ്മൃതിയും നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പൊളിച്ചു അടി കിട്ടിയെങ്കിലും പക്ഷേ നല്ലൊരു കളിച്ച് കളി ജയിപ്പിച്ച്. ഒരു രക്ഷയില്ല. നല്ല മത്സരമായിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഷഫാലി നന്നായിട്ട് കളിച്ചു. പിന്നെ ദീപ്തി ശർമ്മയൊക്കെ ബോൾ ചെയ്തു. പരമ്പരയിൽ ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. അതും നമ്മുടെ കാര്യവട്ടത്ത് തന്നെയാണ്. ചൊവ്വാഴ്ചയാണ് ഈ മത്സരം നടക്കുന്നത്. ആ മത്സരം കൂടി ജയിച്ച പരമ്പര 5-0 തൂത്തുവാരാനാണ് ഹർമൻപ്രീത് കൗറും സംഘവും ഇറങ്ങുന്നത്. 6 മാസത്തിനപ്പുറം നടക്കുന്ന 2020 ലോകകപ്പിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരുക്കം തന്നെയാണ് ഈ പരമ്പരയിലൂടെ കിട്ടിയത്. കേരളത്തിലേക്ക് ആദ്യമായി വിരുന്നെത്തിയ ആ ടൂർണമെന്റ്, അന്താരാഷ്ട്ര വനിതാ 20 ടൂർണമെന്റ് അങ്ങനെ അവിസ്മരണീയമാക്കി. അങ്ങനെ റെക്കോർഡ് ബുക്കിൽ കൂടി ഇടം പിടിച്ചാണ് ഈ 4-ാം 2020 അവസാനിക്കുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.